ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നല്ല നാടൻ ഹെയർ ഓയിലാണ്. ഇന്ന് പലരിലും കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ, താരൻ, അകാല നര തുടങ്ങിയവ. സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഒരുപാട് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ എണ്ണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ എണ്ണയ്ക്ക് ചിലവായ തുക എത്രയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണേ. അതോടൊപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിനായി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കയ്യുണ്ണിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കയ്യോന്നി എന്നും പറയും. നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് കാലങ്ങളിൽ മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി ഈ കയ്യോന്നി ഇട്ട് കാച്ചിയ എണ്ണയാണ് മെയിനായിട്ടും ഉപയോഗിച്ചിരുന്നത്. 100 ഗ്രാം ചുവന്നുള്ളി, ഉണക്കനെല്ലിക്ക, ഒരു തണ്ട് അലോവേര, ചെമ്പരത്തിപ്പൂവ് കൂടുതലായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. കറിവേപ്പില, നീലയമരിയുടെ ഇല പൊടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആയുർവേദ കടകളിൽ നിന്നും അതിൻ്റെ പൊടിയായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി കയ്യുണ്ണിയം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. ഇതോടൊപ്പം വേപ്പില ചെറിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ചെടുക്കുക. ഇത് മിക്സിയിൽ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാനായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ചെമ്പരത്തിപ്പൂവും കിട്ടാവുന്നത്ര ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ മുറിച്ചെടുക്കുക. കറ്റാർ വാഴ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് അതിൽ നിന്നും ജെല്ല് സെപ്പറേറ്റ് ചെയ്യുക. ശേഷം മിക്സിയുടെ ജാറിലോട്ട് അലോവേര ജെൽ, കറിവേപ്പില, ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന കയ്യുണ്ണിയം എല്ലാം ഇടുക. ശേഷം അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ നീലയമരി പൊടിച്ച് വെച്ചിരിക്കുന്നതും അതിലോട്ട് ആഡ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഉണക്കനെല്ലിക്ക ഇട്ട് കൊടുക്കുക. ശേഷം നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. അരിച്ചെടുത്ത ഈ മിശ്രിതം ഒരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 750 മില്ലി വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇത് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 4 സ്പൂൺ ഉണക്കനെല്ലിക്ക കൂടി ആഡ് ചെയ്യുക. നല്ല രീതിയിൽ ഇത് തിളച്ച് വരണം. ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും ഉള്ളിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. എണ്ണ പാകമായോ എന്നറിയാൻ ഒരു കോട്ടൺ തുണി ഈ എണ്ണയിൽ മുക്കിയിട്ട് കത്തിച്ച് നോക്കുക. ചെറുതായി പൊട്ടുന്നുണ്ട് എങ്കിൽ ഒരല്പം കൂടി നേരം തിളയ്ക്കട്ടെ. ശേഷം നമുക്ക് എണ്ണ പുറത്തോട്ട് വാങ്ങി വയ്ക്കാം. നമ്മുടെ എണ്ണ തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് പേര് ഈ എണ്ണ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ എണ്ണ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.